ഹലോ, വെൽക്കം ടു അവർ ക്ലാസ്. ഇതിനകത്ത് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്ന ഒരു निबंधाണ്. निबंध जीवन के प्रति सकारात्मक दृष्टिकोण रखने वाले अनंत गोपाल शेवड़े का निबंधाണ്. ആനന്ദ് की फुलझड़िया. സന്തോഷത്തിന്റെ ഫുൽझड़ी. ഫുൽझड़ी എന്ന് പറഞ്ഞ ബൊക്കെ, फुलझड़ी. एक बूढ़ा आदमी जिसके बाल सफेद हो गए थे जमीन खोद रहा था. ഒരു വയസ്സായ മനുഷ്യൻ മുടി നരച്ചു പോയായിരുന്നു. जमीन खोद रहा था, कड़की हुए. एक नौजवान ने जो वहां से गुजर रहा था और बुजुर्ग को परिश्रम करते देखे पूछा, बाबा यह क्या कर रहे हैं? एक नौजवान ഒരു യങ് ചെറുക്കൻ വഹാ സെ ഗുജർ रहा था. അവിടുന്ന് പോകൊണ്ടിരിക്കുമ്പോ ബുजुर्ഗിനോട് പണി ചെയ്യണ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇത് ചെയ്യുന്നതെന്ന്. ആംകി കുട്ടിയോ ബോറഹാഹും ബുഢേനേക്ക. മാവിന്റെ വിത്ത് മുളപ്പിക്കാന്ന് പറഞ്ഞു, മണ്ണിനകത്ത് വെക്കുവാന്ന് പറഞ്ഞു. इस उम्र में इसके फल कब खाओगे बाबा? ഈ പ്രായത്തിലോ ഇപ്പൊ എന്ന് മാങ്ങ ഉണ്ടായിട്ട് എന്ന് നീ തിന്നാനാ? मैं फल नहीं खा सकता तो क्या हुआ बेटा? എനിക്ക് ഫലം കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം? तुम तो खा सकोगे, നിനക്ക് കഴിക്കാലോ. मेरे तुम्हारे नाती पोते तो खाएंगे. കൊച്ചുമക്കളും മക്കളൊക്കെ കഴിക്കുള്ളൂ. देखो वह अमराई मेरे दादा ने लगाई थी तो उसके फल मैंने खाए, इसलिए इसके फल तो मेरे नाता पोती खाएंगे. അപ്പൊ അമറായിയുടെ പേരുണ്ട്, അത് എന്റെ അപ്പൂപ്പൻ വെച്ചതായിരുന്നു, അപ്പൊ ഞാൻ കഴിച്ചു. അപ്പൊ ഞാൻ വെക്കുമ്പോ എന്റെ കൊച്ചുമക്കളെ കഴിക്കുന്നു. हमारे पूर्वजों की इसी मनोवृत्ति का फल है जो हम जगह जगह अमराई देखते हैं. അപ്പൊ നമ്മുടെ ഈ പഴയ ആൾക്കാർ വെച്ചോണ്ടാണ് ഈ അമറായി നമ്മള് കാണാൻ കിട്ടിയത്. अपने स्वार्थी जीवन से ऊंचे उठकर दूसरों की सुख और आनंद पहुंचाने का यह कैसा सुंदर स्वभाव है. अपने स्वार्थ സെൽഫിഷ് മനസ്സുകൊണ്ട് അല്ലാണ്ട് മറ്റുള്ളവർക്ക് ചിന്തിച്ചത് ഇതെന്തൊരു നല്ലൊരു ഇതാണ്. निसंदेह उस बूढ़े का जीवन एक परम सात्विक आनंद की दीप्ति से जगमगा उठा होगा और उसकी मृत्यु बहुत शांत और कष्टहीन हुई होगी. നിസ്സന്ദേഹം മിക്കവാറും ആ വയസ്സായ മനുഷ്യൻ മരിക്കുമ്പോൾ അതിന്റെ എന്താ പറയാ ജീവന് സഫലമായി കാണും. അവന് നല്ലൊരു ശാന്തമായ ഒരു കഷ്ടമില്ലാത്ത മരണമായിരുന്നു. हम लोग सभी इस वृत्ति को हृदयंगम कर ले तो इस दुनिया में अधिक आनंद की सृष्टि हो सकेगी. നമ്മളെല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സഞ്ചരിക്കുകയാണ്. നമ്മളങ്ങനെ ചെയ്യാൻ വിചാരിക്കുവാണെങ്കിൽ संतोषम കൂടുതൽ കിട്ടുമെന്ന്. इसमें कोई शक नहीं है ना, तो संशय. हमारा जीवन सच्चे सुख से प्रकाशित से सच्चे सुख के प्रकाश से आलोकित हो उठेगा. तो हमारे जीवन संतोषकरമായി. एक वृद्ध संभ्रांत महिला रेलगाड़ी से सफर कर रही थी. ഒരു വയസ്സായ ആള് रेलगाड़ी से सफर कर रही थी. वो खिड़की के पास बैठकर बीच बीच में अपनी मुट्ठी से कुछ चीज बाहर फेंकती जा रही थी. ഈ കിടക്കിയുടെ അപ്പുറത്ത് ഇരുന്നിട്ട് ജനലയുടെ അവിടെ ഇരുന്നിട്ട് എന്തോ ഇടയ്ക്കിടയ്ക്ക് കൈകൊണ്ട് എന്തോ കൈയിനകത്ത് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് വെളിയിലോട്ട് എറിയുന്നുണ്ടായിരുന്നു. एक यात्री ने जो यह देख रहा था पूछा, क्या यह आप क्या कर रही है? ഒരു കൂടെയുള്ളൊരു ട്രെയിനിലെ അപ്പുറത്തിരിക്കുന്ന മനുഷ്യനോ സഹയാത്രി എന്ന് പറഞ്ഞ കൂടെ ട്രെയിനകത്തുള്ള ആരെയും പൂച്ചാ, ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത്? സ്മൈലാന്റെ ജവാബ്, ये सुंदर फलों और फूलों के बीज है. ഇത് നല്ല പൂവിന്റെയും നല്ല പഴങ്ങളുടെയും വിത്താണ്. मैं इस उम्मीद से फेंक रही हूँ, इनमें से कुछ भी अगर जड़ पकड़ लेंगे तो लोगों का इससे कुछ फायदा होगा. അപ്പൊ ഞാൻ ഇതിങ്ങനെ എറിഞ്ഞുകൊണ്ട് പോവാണ്. അപ്പൊ ഇന്ന് ഏതെങ്കിലും വിത്ത് മുളച്ചിട്ട് മരം ആവുകയാണെങ്കിൽ കുറെ ആൾക്കാർക്ക് ഇതുകൊണ്ട് കുറെ ഉപകാരം ഉണ്ടാവുന്നു. पता नहीं मैं इस रास्ते से फिर गुजरूं या ना गुजरूं, इसलिए क्यों ना मैं इस संधि का उपयोग कर लूं. ഇനിയിപ്പോ അറിയില്ല ഇതിനകത്ത് വരും പോവെന്ന്. അപ്പൊ ഇതങ്ങ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. आजकल के जमाने की रुपया और शिलिंग वाली स्वार्थी तहजीब के बावजूद दुनिया में ऐसे व्यक्ति हैं, इसलिए तो दुनिया रहने लायक है. ഇന്നത്തെ ഈ സെൽഫിഷ് വേൾഡിനകത്ത് ഒരു റെസ്പെക്ട് ഇല്ലാത്ത, തെഹസീബ് ഇല്ലാത്ത, ഒരു മാനേഴ്സ് ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടായിട്ട് കുറച്ച് ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ലോകം അങ്ങനെ നന്നായി പോകുന്നത്. भौतिकवाद और भोग विलास की हाय हाय से परे रहने वाले निस्वार्थी और आदर्श प्रिय लोग ना होते तो हम सब के रसातल को पहुंच गए होते. അപ്പോ നല്ല
ലോകത്ത് എല്ലാ സുഖ സൗകര്യവും ഉപയോഗിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ലാണ്ട് കുറച്ച് ഒരു സ്വാർത്ഥമില്ലാതെ നമ്മൾ ലോകത്തിന് വേണ്ടി ചെയ്യുന്ന കുറെ നല്ല മനുഷ്യരുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ലോകം നടന്നു പോകുന്നത്. ऐसे भी व्यक्ति हैं जो इस जमाने के अंधकार में भी आनंद की फुलझड़ियों से प्रकाश फैलाते रहते हैं. ഇത്രയും എന്താ പറയാ, ऐसे भी വ്യക്തി, ഇങ്ങനെയും കുറെ മനുഷ്യരുണ്ട് ഈ ലോകത്തെ अंधकारത്തിലേക്ക് പ്രകാശം കൊണ്ടുവരുന്ന കുറെ മനുഷ്യരുണ്ട്. जिन्हें देखकर हम मानव जाति के भविष्य पर श्रद्धा और विश्वास कर सकते हैं. അവരെ കാണുമ്പോൾ നമുക്ക് ഈ മനുഷ്യജന്മം ഹ്യൂമൻ ബീങ്സ് നല്ലതാന്ന് അവര് റെസ്പെക്ട് ചെയ്തു. अमेरिका के प्रेसिडेंट बेंजामिन फ्रैंकलिन के बारे में एक सुंदर बात सुनी जाती है. अमेरिकन प्रेसिडेंट ने पट्टीटे बेंजामिन फ्रैंकलिन पट्टीटे നല്ല കാര്യം किया. उसके पास एक गरीब विद्यार्थी मदद मांगने के लिए आया. उसने उसे $20 दिए. वे तो ये छोटी रकम देकर भूल गए. ഒരു കുഞ്ഞു കൊച്ചു പഠിക്കാൻ വന്നപ്പോൾ അവനൊരു $20 കയ്യെ കൊടുത്തു. ഈ മനുഷ്യൻ അത് മറന്നു പോയി. लेकिन वो विद्यार्थी इस उपकार को ना भूला. പക്ഷെ ആ കൊച്ചു മറന്നില്ല. जब उसके दिन फिरे तब यह $20 लौटाने के लिए फ्रैंकलिन के पास आया. जब उसके दिन फिरे वो അവന്റെ കയ്യിൽ കാശുണ്ട്. $20 തിരിച്ചു. ഫ്രാങ്ക്ലിൻ ने कहा मुझे याद तो नहीं है मैंने यह रकम आपको कब दी थी. എനിക്ക് ഓർമ്മയില്ല ഞാൻ നിനക്ക് എപ്പോഴാണ് ഈ കാശ് തന്നത്. लेकिन खैर आप इसे अपने ही पास रखिए और जब आपके पास कोई ऐसा ही जरूरतमंद आए तो उसे यह दे देना. അപ്പോൾ എനിക്ക് ആവശ്യം തീർന്ന് എന്തെങ്കിലും ഇപ്പോൾ കാശായി നിങ്ങൾ തന്നെ വെച്ചു. ഇനി ആരെങ്കിലും ആവശ്യക്കാർ വരുമ്പോൾ നിങ്ങളിത് കൊടുത്തോ. इस व्यक्ति ने ऐसा ही किया. कहते हैं आज भी वह रकम अमेरिका में जरूरतमंदों के हाथों में घूम रही है. कितनी अच्छी बात है. അപ്പോൾ പറയണ കേട്ടോ, कहते हैं कि ആൾക്കാർ പറയാണ് ഇപ്പോഴും ആ $20 അങ്ങനെ റൊട്ടേറ്റ് ആയി ഇന്നും നടക്കുമെന്ന് വെച്ചാൽ ഒരാൾക്ക് കൊടുക്കും, അയാളുടെ ആവശ്യം കഴിയുമ്പോൾ അയാൾ തിരിച്ചു കൊടുക്കും. പിന്നെ ആ $20 എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് കാശുണ്ട്. रुपया कमाना सबके हाथ की बात नहीं है. ना शिक्षा पाकर डिग्रियां हासिल करना सबकी पहुंच में है. लेकिन हम सब चाहे तो आनंद और सुखी की रश्मियां बिखेर कर दुनिया के दुखों को कुछ ना कुछ हल्का जरूर कर सकते हैं. रुपए कमाना सबके हाथ की बात है. കാശ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും പറ്റില്ല. ശിക്ഷ ഡിഗ്രി പാക്കർ ഹാസിൽ കരണം, ശിക്ഷ പ്രാപിച്ച് ഡിഗ്രി കഴിയാൻ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ചാഹേ തോ ആനന്ദ് और सुख की रश्मियां बिखेर कर हम सब चाहे तो നമ്മളിങ്ങനെ ചെറിയ സന്തോഷങ്ങളെല്ലാം പകർന്ന് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷെ कुछ ना कुछ हल्का जरूर कर सकते हैं. ഈ ദുഃഖം കുറച്ച് കുറയ്ക്കാൻ പറ്റും. और जिन लोगों से हमारा संबंध है उन्हें जीवन में कुछ ना कुछ प्रसन्नता तो जरूर ही ला सकते हैं. അപ്പോൾ നമ്മുടെ റിലേറ്റഡ് ആൾക്കാർക്ക് കുറച്ച് സന്തോഷം കൊടുക്കാൻ നമുക്ക് പറ്റും. लड़ाई गरीबी महंगाई और गुलामी से हमारा जीवन तो वैसे ही मुसीबतों से भरा है. കഷ്ടപ്പാട്, പോവർട്ടി, കാശില്ലായ, അടിമ, ഇതുകൊണ്ടൊക്കെ നമ്മുടെ ലോകം ഓൾറെഡി നിറഞ്ഞിരിക്കുക. फिर भी हम उसमें कुछ सुख और हालात फैलाकर जिंदगी की लड़ाई को सहने लायक और जीवन को जीने लायक तो बना ही सकते हैं. बशर्ते हम उसका जरा ख्याल रखें. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബശർത്തെ हम उसका जरा ख्याल रखें तो നമ്മൾ ഈ ദുഃഖം ഈ സങ്കടം ഇതെല്ലാം കുറച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റാത്ത കാര്യമല്ലെന്ന്. काम बिल्कुल मुश्किल नहीं है. बड़ी വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. हमें सिर्फ जरा ध्यान देने की जरूरत है और उसका नतीजा. കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ആവശ്യങ്ങളുണ്ട്, അതിന്റെ റിസൾട്ട് ആണ്. वह तो हम फौरन देख सकेंगे. अगर जादू की तरह असर ना हुआ तो फिर कहिए. അപ്പൊ അതൊരു मैजिक പോലെ ആവും. अपने काम से एक बार मुंबई जा रहा था. अपने काम से एक बार मुंबई जा रहा था. लड़ाई के कारण कंपनी ने गाड़ियों की संख्या कम कर दी थी, इसलिए भीड़ खूब रही थी. टिकट लेने के लिए बाकायदा छीना झपटी होती थी. മുംബൈ പോവായിരുന്നു. അപ്പോൾ അടിമേളം കാരണം ഗാഡിയിൽ ട്രെയിനുകളൊക്കെ കുറവായിരുന്നു. ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ടിക്കറ്റിന്റെ അവിടെ ഭയങ്കര ചട്ടചപ്പട്ടിയായിരുന്നു. खिड़की पास भीड़ लगी थी. അവിടെ ടിക്കറ്റിന്റെ കൗണ്ടറിന്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. टिकट बाबू बेचारे परेशान से टिकट बनाते जाते, लेकिन उस छोटी सी खिड़की में ना जाने कितने हाथ घुसे थे. आया മനുഷ്യൻ ടിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ എത്ര ആള് നമ്മൾ അതിനകത്ത് കൈയിടുന്നത്. പറഞ്ഞാൽ കിतनी आवाजें आ रही थी. എന്തോ ഒരു ഒച്ചകളെ വരുന്ന, എല്ലാവരും ബഹളം വെക്കുവാണ്. 2 टिकट अमरावती बाबू 3.5 അക്കോല ജൽദി ചെയ്യണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. 2 टिकट अमरावती, 3.5 टिकट ഇങ്ങനത്തെ. അരേ ഗാഡി तो छूटी जा रही है बाबू नासिक का 1 टिकट. അങ്ങനെ എല്ലാവരും ബഹളം വെച്ചോണ്ടിരിക്കുക. ठहरो टिकट बाबू कहते जा रहे थे और पसीना पोंछते पोंछते एक आदमी को निपटाते जा रहे थे. और उधर गाड़ी आने का वक्त हो रहा था. അപ്പോൾ ആൾക്കാർക്ക് വേഗം വേഗം ടിക്കറ്റ് കൊടുക്കുക. पसीना पोंछते पोंछते വേർപ്പ് ഒഴുകിയ മനുഷ്യൻ വേഗം വേഗം എല്ലാം ചെയ്യുന്നു. लोगों का धीरज टूटने लगा. थाने कशी शुरू हो गई. अरे भैया दक्षिण चढ़ाओ तब जल्दी टिकट मिलेगा. दक्षिणा चढ़ाओ एक बोला. ഒരാൾ പറഞ്ഞു കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ടിക്കറ്റ് ഉണ്ടാക്കി തരുന്നു. बड़ी इनएफिशिएंसी है. इस सूट पहने हुए साहब के
സാബ് ने फरमाया. ഒരു സൂട്ടിട്ട മനുഷ്യൻ പറഞ്ഞു ഒട്ടും ഇന്നെഫിഷ്യന്റ് ആണ്, പണി ചെയ്യാൻ വേഗം ചെയ്യുന്നില്ല എന്ന് കൗണ്ടർക്കാരിൽ ആ टिकट ഉണ്ടാക്കുന്ന മനുഷ്യനെ പറ്റി പറഞ്ഞു. हम स्टेशन मास्टर से शिकायत करें. तीसरे ने धमकाया. मुझे स्टेशन मास्टर को कंप्लेंट दिया. पदके पदके टिकट दे. लेकिन टिकट बाबू इन बातों को अनसुना करके अपना काम करते रहे. अयालत केटो केटिല്ല എന്ന് പറഞ്ഞ് എന്റെ പണി ചെയ്തോണ്ടിരുന്നു. कभी कभी नाराज हो जाते तो अपनी नाराजगी जो ताने कस रहे थे उन्हें टिकट देकर നിക്കാലിനെ की कोशिश करने लगे. അപ്പോൾ ഇതിങ്ങനെ കമ്പനി പറയുമ്പോൾ കമ്പനി പറയുന്നവർക്കൊക്കെ പതുക്കെ ടിക്കറ്റ് കൊടുത്ത് മനുഷ്യനും അവന്റെ കടക്കൊക്കെ ദേഷ്യം ഇറക്കുമായിരുന്നു. मैं पास ही खड़ा था. ഞാൻ അടുത്ത് നിൽക്കുക. टिकट लेना बाकी ही था. टिकट എടുക്കാൻ ബാക്കിയായിരുന്നു. मैंने उसके पास अपने पास के मुसाफिरों से धीरे से कहा, जरा ठहरिए भाई साहब, देखिए बेचारा बाबू कितना फंस रहा है. इस लड़ाई ने रेलवे कर्मचारियों पर बेहद काम का बोझ डाल दिया है, जिसमें छोटे छोटे लड़कों का तो मरण है. वो ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഇവൻ പറയാൻ തുടങ്ങി മറ്റേ ആൾക്കാരോട്. उस गरीब टिकट बाबू पर इन शब्दों का अजीब असर पड़ा. कुछ पूछिए मत बाबू साहब. അയാൾ പറയാൻ തുടങ്ങി. ഇയാളെ പറ്റിയിട്ട് നല്ലത് കേട്ടപ്പോ ഈ മനുഷ്യൻ പറയാം, ഈ ടിക്കറ്റ് കൊടുക്കുന്ന ആള് പറയാൻ തുടങ്ങി, ഒന്നും പറയണ്ട. उसने सर पर से टोपी उतारते हुए कहा, ऐसी पिसाई हो रही है हिसाब नहीं. इतने ബുദ്ധിമുട്ടാന്ന് പറയാനാവില്ലെന്ന്. കമ്പനിക്ക് സ്വയം സ്റ്റാഫ് बढ़ने के लिए कहा तो ना में जवाब आया. स्टाफ കൂട്ടാൻ പറഞ്ഞപ്പോ महंगाई भत्ते के लिए दरख्वास्त दी तो कहते हैं विचार करेंगे. അപ്പോൾ കൂടുതൽ ശമ്പളം തരാൻ പറഞ്ഞപ്പോ അതേ ബड़ी मुसीबत है, അതിനെ പറ്റി ആലോചിക്കാന്ന് പറഞ്ഞു. ഭയങ്കര കഷ്ടമാണ്. खैर आपको कहाँ जाना है, നിങ്ങൾക്ക് എങ്ങടാ പോകണം. मुझे उसने फौरन टिकट दे दिया और उसी को हल्ले में पूछा, आप यहाँ रहते हैं. मैंने कहा हाँ. लौटकर जरूर दर्शन दीजिएगा. तिरछी उम्र ने कंट्रोल में. उसने वहीं से नमस्कार कहते हुए कहा और उत्साह से खटाखट टिकट काटकर भीड़ चाटना शुरू कर दिया. छोटी सी घटना है लेकिन एक सबक सीखते हैं. ചെറിയൊരു ഇൻസിഡന്റ് ആണ്, പക്ഷെ ഒരു ലെസൺ കിട്ടിയത് എന്താണ്, 560 की टिकट बाबू का काम बहुत बढ़ गया था. टिकट बाबूന്റെ പണി കൂടിയായിരുന്നു, അതൊരു സത്യമാണ്. युद्ध के कारण सभी महकमों का यही हाल था. जिन्होंने ताने कसे उसके खिलाफ उसका दिल कड़ा हो गया था. കമന്റ് ചെയ്യണവരെ അയാൾക്കൊരു ഹൃദയത്തിലൊരു ദേഷ്യം വന്നായിരുന്നു. मैंने सहानुभूति दर्शाई तो उसका हृदय मोमसा हो गया. ഞാൻ നല്ല സ്വഭാവത്തിൽ പറഞ്ഞപ്പോ ആ ടിക്കറ്റ് തരുന്ന ആളെ മനുഷ്യൻ सॉफ्ट ആയിരുന്നു മനസ്സ്. और उसने केवल मुझे ही नहीं बल्कि दूसरों को भी जल्दी जल्दी टिकट देना शुरू किया. അപ്പൊ ഇവൻ ഒന്ന് പ്രോത്സാഹിച്ച് സംസാരിച്ചപ്പോ ആ ടിക്കറ്റുകാരൻ എല്ലാ ബാക്കിയുള്ളവർക്കും നന്നായിട്ട് കൊടുക്കാൻ തുടങ്ങി. സഹാനുഭൂതി से के उन थोड़े से शब्दों ने उसे नई ताकत दी. അപ്പോൾ നല്ല പറഞ്ഞപ്പം ആ മനുഷ്യനൊരു സന്തോഷമായി, ഒരു ഊർജ കൊടുത്തു. നന്നായിട്ട് പിന്നെയും കൊടുക്കാൻ തുടങ്ങി. मेरे शब्द महज उसे खुश करने के लिए नहीं कहे थे. ഞാൻ അവനെ സന്തോഷിപ്പിക്കാൻ മാത്രം വന്നില്ല. സच्चे हृदय से निकले थे और वह बाबू उसी समय सच्चाई को समझ गया. നല്ല മനസ്സോട് പറഞ്ഞായിരുന്നു, അയാൾക്ക് മനസ്സിലായി. उस पर उसका तुरंत असर हुआ. അതുകൊണ്ട് പെട്ടെന്ന് അതിന്റെ റിയാക്ഷൻ വന്നു. हो सकता है उसके मन में उन शब्दों से कुछ सांत्वना मिला हो और मुझे क्या कीमत देनी पड़ी. कुछ नहीं. ഞാനൊരു എണ്ണവാക്ക് പറഞ്ഞപ്പോ അയാൾക്കൊന്നും നഷ്ടമായില്ല, എനിക്കൊന്നും നഷ്ടമായില്ല, പക്ഷെ അയാൾക്ക് ഒരു സന്തോഷം വന്നു. അപ്പോ एक बार मैं बैंक में अपना അപ്പോ അതിനകത്ത് പറയുന്നത് സന്തോഷത്തിന് രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. एक बार मैं बैंक में अपना हिसाब खोलने के लिए गया. ഒരു പ്രാവശ്യം അക്കൗണ്ട് തുറക്കാൻ പോയി. ക്ലർക്ക് मुझसे सवाल पूछता जाता और पासबुक में दर्ज करता जाता. ക്ലർക്ക് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു, പാസ്ബുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തോണ്ടിരിക്കും. मैंने देखा उसने अक्षर दरअसल बहुत अच्छे हैं. मैंने फौरन कहा, जरा पासबुक दिखाइए तो, आपकी लिपि बहुत सुंदर. അപ്പൊ അവൻ നോക്കിയപ്പോ ഈ ഫില്ല് ചെയ്യുന്ന ആളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒത്തിരി നല്ലതാണ്. അപ്പൊ പറഞ്ഞു, ഒന്ന് കാണിച്ച് ഞാൻ നോക്കട്ടെ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല രസമുണ്ട്. और उसे नजदीक से देखकर मैंने कुछ मन ही मन और जोर से कहा, ब्यूटीफुल. इस क्लर्क का चेहरा प्रसन्नता से गई. ഞാൻ അക്ഷരം കണ്ടിട്ട് പറഞ്ഞു ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട്. बैंक के रूखे आंकड़ों से माथा पच्ची करते करते उसका तमाम दिन बीतता है. ഈ ബാങ്കിലെ ഈ നോട്ടെങ്കിലും നോട്ട് വെക്കലും എല്ലാ തലവേദനയും കൂടിയാണ് അതിന്റെ ദിവസം പോണത്. काम के उन नीरस घंटों में उसे आनंद का अनुभव नहीं होता. आने में तो मतलब फीलिंग इല്ല. कुछ अभिमान से और कुछ विनय से वह धीरे से बोला, जी हाँ, मैनेजर साहब ने भी इस बारे में मेरी तारीफ की थी. हाई स्कूल में मुझे हस्तलिपि के लिए पहला पारितोषिक भी मिला था. അപ്പോൾ പറയും മാനേജറും എന്നെ പറ്റിയിട്ട് നല്ലത് പറഞ്ഞായിരുന്നു. ഹൈസ്കൂളിന് ഹാൻഡ് റൈറ്റിംഗ് നല്ല അവാർഡ് കിട്ടിയിരുന്നു. कोई आश्चर्य की बात नहीं, मैंने कहा.
അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അതൊരു സത്യമാണ്, നല്ല റൈറ്റിംഗ് ആണല്ലോ. उसका वो आनंद से खिला हुआ चेहरा अभी मेरे आंखों के सामने. ആ സന്തോഷം, ആ ഫോം ഫിൽ ചെയ്യുന്ന മനുഷ്യന്റെ മുഖത്തെ സന്തോഷം ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഓർമ്മ വരുന്നു. हो सकता है उस दिन शाम को उसने अपने दोस्तों में इस छोटी सी घटना का जिक्र किया हो और वो अपनी पत्नी से यह बात अभिमान से कहा हो सकता है. അന്ന് അവൻ വീട്ടിൽ പോയപ്പോ അവന്റെ കൂട്ടുകാരോടും അവന്റെ വൈഫിനോടും എല്ലാവരോടും ഇത് പറഞ്ഞു കാണും, ഇങ്ങനെ ഒരാള് നല്ല റൈറ്റിംഗ് ആന്ന് പറഞ്ഞു. ഉസ്മേ ഗുൺ ഥാ, ഉസ്കി സച്ചി മനസ്സെ ദാത് ദീ ഗയി, ഇസ്ലിയെ വ ഖുശ് ഥാ. ഒരു നല്ല കാര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അത് നമ്മള് പറഞ്ഞപ്പോ അവന് സന്തോഷമായിരുന്നു. शायद दूसरे कारण उसके इस गुण के कारण उसे जलते हो और उन्होंने कभी प्रशंसा का एक शब्द भी ना कहा हो, लेकिन आज तो उसके गुण की कद्र की गई. അപ്പോ വേറെ ചില കൂടെ ആൾക്കാർക്കും കണ്ടു കാണും, പക്ഷെ അവരൊന്നും പറയില്ല. അപ്പൊ ഈ മനുഷ്യൻ അതിന്റെ താരീഫ് ചെയ്തപ്പോൾ സന്തോഷമായി. मुझे भी बड़ी प्रसन्नता है कि मैं उन थोड़े से शब्दों द्वारा उस क्लर्क के जीवन में किंचित मात्र भी क्यों ना हो സുഖ് തോ പਹੁंचा സക. മുझे भी बड़ी प्रसन्नता, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ചെറിയ വാക്കുകൊണ്ട് ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം കൊടുക്കാൻ പറ്റിയെന്ന്. അപ്പൊ ഇതൊരു നല്ല ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മള് പഠിക്കുന്നത് ഇതൊരു നിബന്ധ പോലെയായിരുന്നു. ആനന്ദ് കി ഫുൽജടി. അപ്പോൾ സന്തോഷത്തിന്റെ കുറെ ഫുൽജടിയ എന്ന് പറയുമ്പോൾ സന്തോഷം, കൂടുതൽ സന്തോഷമാകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ സന്തോഷമായി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ചാപ്റ്റർ, ഈ നിബന്ധ എഴുതിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. താങ്ക്സ് ഫോർ വാച്ചിങ്.